അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങാ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചിരകിയ തേങ്ങ വേണമെങ്കിലും എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിരട്ടയിൽ നിന്നും തേങ്ങ ഇതുപോലെ അടർത്തി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താലും മതി. തേങ്ങ ചിരട്ടയിൽ നിന്ന് വിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അതിലേക്ക് നമുക്ക് തേങ്ങ കുറച്ച് സമയം ഒന്ന് ആവിയിട്ട് എടുക്കുന്ന സമയത്ത് ഇതിന്റെ ചൂട് മാറി കഴിയുമ്പോൾ ചിരട്ടയിൽ നിന്നും തേങ്ങ വിട്ട് കിട്ടും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിരട്ടയിൽ നിന്നും തേങ്ങ വിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിന്റെ ബ്രൗൺ ഭാഗമൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന്റെ ബ്രൗൺ ഭാഗത്തോട് കൂടി തന്നെയാണ് എടുക്കുന്നത്. ചിരകിയ തേങ്ങ ആയാലും ബ്രൗൺ ഭാഗം കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ നമ്മൾ കട്ട് ചെയ്തെടുത്ത തേങ്ങ ഇനി മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഒരുമിച്ച് അങ്ങ് മാറ്റരുത്, കുറച്ചായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പൊ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് തേങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. ഒരുമിച്ചിട്ട് നമ്മൾ പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് പൾസ് മോഡിലിട്ടിട്ട് പൾസ് ചെയ്ത് ഒന്ന് പൊടിച്ചെടുക്കുക. ഒരേ സ്പീഡിലിട്ട് പൊടിക്കാതെ പൾസ് മോഡിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക. അപ്പൊ തേങ്ങ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് പൊടിച്ചിട്ടെടുക്കുക. അപ്പൊ തേങ്ങ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. പൾസ് മോഡിലിട്ട് ഒരു 5-6 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്യുമ്പോൾ നമുക്കിത് പൊടിഞ്ഞു കിട്ടും. എല്ലാം ഒരേ രീതിയിൽ പൊടിച്ച് എടുത്തിട്ടുണ്ട്. ചിരകിയ തേങ്ങ ആയാലും പൊടിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാവും. എല്ലാ തേങ്ങയും ഒരേ അളവിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് പാത്രമാണോ എടുക്കുക അതിൽ നമ്മൾ പൊടിച്ചു വെച്ച തേങ്ങ ഒന്ന് അളന്ന് എടുക്കണം. നമ്മൾ പൊടിച്ചെടുത്ത തേങ്ങ ഒന്ന് അളന്ന് ഈ പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്നും ഓണാക്കിയിട്ടില്ല. അപ്പൊ നമുക്ക് 4 കപ്പ് പൊടിച്ച തേങ്ങയാണ് കിട്ടിയിട്ടുള്ളത്. അതിനനുസരിച്ച് വേണം നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാൻ. അതുകൊണ്ടാണ് അളന്നെടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതുപോലെ അളവ് കപ്പില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചായയും വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിൽ ആയാലും മതി. തേങ്ങ ഒന്ന് അളന്നെടുക്കുക. എന്നിട്ട് വേണം ശർക്കര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇടികല്ല് വെച്ചിട്ട് കുത്തി പൊട്ടിച്ച് എടുത്തിട്ടുള്ളതാണ്. ഇത് കല്ലും മണ്ണും അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഇതിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ കല്ലും മണ്ണും അഴുക്കൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ശർക്കര എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 1/2 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് 3 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ട് ശർക്കര എടുക്കുക. ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ 2 കപ്പ് ശർക്കര എടുത്താലും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. എന്നിട്ട് കൈവിടാതെ വേണം ഇത് ഇളക്കി കൊടുക്കാൻ. കുറച്ച് സമയം എടുക്കുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. ആദ്യം നമുക്ക് ഈ ശർക്കര എല്ലാം ഒന്ന് ഉരുകി തേങ്ങയായിട്ടൊന്ന് മിക്സ് ആയി കിട്ടണം. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. ഒരുപാടങ്ങ് ഫ്ലെയിം കൂട്ടി വെക്കരുത്, എന്നാൽ പിന്നെ കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടില്ല. ഇത് നിങ്ങൾക്ക് പഞ്ചസാരയിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. പഞ്ചസാരയിലാവുമ്പോൾ പാൽപ്പൊടിയും പാലും ഒക്കെ ചേർക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ആ കറക്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാവുമ്പോൾ 2 ചേരുവകൾ മാത്രം മതി നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ചേരുവകളുടെ ആവശ്യമൊന്നുമില്ല. ഇതിൽ നെയ്യോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കൈവിടാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശർക്കര എല്ലാം ഒന്ന് മെൽറ്റായി വരണം. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശർക്കരയിൽ നിന്നും അതുപോലെ തന്നെ തേങ്ങയിൽ നിന്നുള്ള വെള്ളത്തിന്റെ ആ നനവിൽ തന്നെയാണ് ഇത് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒട്ടും നെയ്യൊന്നും ചേർക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് നെയ്യിന്റെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ നെയ്യൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ നെയ്യൊന്നും ചേർക്കുന്നില്ല. കല്ലും മണ്ണും ഇല്ലാത്ത ശർക്കരയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഉരുക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഉരുക്കിയിട്ട് അരിച്ചിട്ട് വേണം ഒഴിക്കാൻ. ശർക്കരയും തേങ്ങയും ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഫ്ലെയിം കൂട്ടി വെക്കരുത്, കുറച്ചിട്ടിട്ട് തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ശർക്കര എല്ലാം നല്ലോണം മെൽറ്റായി കുറച്ചൊന്ന് ലൂസായി വന്നിട്ടുണ്ട്. കൂട്ടി വെക്കരുത്, ഫ്ലെയിം കുറച്ചിട്ടിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ടു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് വേണം ഇതൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കാൻ. ഇതുപോലെ കുറച്ചൊന്ന് വറ്റി വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പാനിൽ നിന്ന് ഒന്ന് വിട്ട് വരുന്നവരെ ഇളക്കി കൊടുക്കേണ്ടി വരും. ഒരുപാട് അങ്ങ് കട്ടിയാവാൻ പാടില്ല. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. വീട്ടിൽ തേങ്ങയും ശർക്കരയും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ.
2 ചേരുവകൾ മാത്രം മതി, ശർക്കരയും തേങ്ങയും മാത്രമേ ഞാനിതിൽ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഒരു 10 മിനിറ്റൊക്കെ സമയം എടുക്കുള്ളൂ ഇത് റെഡിയായി കിട്ടാൻ. അപ്പോൾ ഇതൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ നിന്നും എണ്ണ ഇറങ്ങി വരും. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കൂട്ടിയിടേ ചെയ്യരുത്. അപ്പം നമ്മളിതുപോലെ ഇളക്കി കൊടുക്കും തോറും ഇതുപോലെ എണ്ണ ഇറങ്ങി വരും. ഇതാണ് ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ റെഡിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്പൂണിൽ കുറച്ച് എടുത്ത് നമുക്ക് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇതിൽ പ്രത്യേകിച്ച് ഏലക്കാപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സ്പൂണിൽ കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ ചൂട് മാറിയിട്ട് ഒന്ന് ഉരുട്ടി നോക്കാം, കറക്റ്റ് പരുവത്തിനായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുവരെയും പിന്നെയും ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഇതിൽ പിന്നെ എന്തെങ്കിലും നട്ട്സോ എന്തെങ്കിലുമൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. പെട്ടെന്ന് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ സ്പൂണിൽ നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചില്ലേ, അതിൻ്റെ ചൂട് മാറിയിട്ടുണ്ട്. ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കാം, ഉരുട്ടി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് ചൂട് മാറുന്ന വരെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് സമയത്ത് കട്ടിയാവരുത്, ഇതുപോലെ അയഞ്ഞ പരുവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരുപാട് കട്ടിയാവണമെന്നുണ്ടെങ്കിൽ കല്ല് പോലെ ആയിപ്പോവും. ഇതുപോലെ അയഞ്ഞ പരുവം ആവുന്ന സമയത്താൽ ഇതുപോലെ പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്ന സമയമാകുമ്പോൾ ഇതുപോലെ നിന്ന് എണ്ണയൊക്കെ ഇറങ്ങി വരുമല്ലോ, ആ ഒരു സമയമാകുമ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇത് സ്പൂണിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് പരുവം അറിയാൻ പറ്റും. ഇതിൽ നിന്നും എണ്ണ ഇറങ്ങി വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. കയ്യിൽ പിടിക്കാവുന്ന ചൂട് ആവുന്നത് വരെയും ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ചൂട് മാറിക്കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ടുണ്ട്. ചെറിയൊരു ചൂടോട് കൂടി തന്നെ ഇതൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പം നമ്മൾ ഒരുപാട് ചൂട് മാറാൻ നിൽക്കരുത്, ചെറിയൊരു ചൂടിൽ തന്നെ ഇതൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് കയ്യിൽ നെയ്യ് തടവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാ കണ്ടില്ലേ, സിമ്പിളായിട്ട് നമുക്ക് കയ്യിലൊന്നും ഒട്ടി പിടിക്കാതെ എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് മിക്സ് എടുത്ത് ഉരുട്ടിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് സിമ്പിളായിട്ട് ആ ചെറിയൊരു ചൂടോട് കൂടി തന്നെ ഉരുട്ടിയെടുക്കുക. ചൂട് മാറുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. നല്ല ചൂടുള്ളപ്പോൾ ഉരുട്ടിയെടുക്കരുത്, എന്നാൽ പിന്നെ കൈ പൊള്ളും. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈർപ്പമൊന്നുമില്ലാത്ത ഗ്ലാസ് ജാറിലിട്ടിട്ട് നമ്മൾ അടച്ച് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ വെറും 2 ചേരുവ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന തേങ്ങ വെച്ചിട്ടുള്ള സ്വീറ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.